ഞാൻ എന്നോട് ആദ്യം പറഞ്ഞത് ഇതും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കുഴപ്പമില്ല. പിന്നെ ഇതിലുള്ള ആൾക്കാരൊന്നും ഇത് സീനില്ലാത്തതുകൊണ്ട് ഒച്ചവിളിന് കേൾക്കണ്ടോ. കോളേജിലൊക്കെ 1-4 ഈ മേലക്കുള്ള റോഡ് ആണ്. അത് സെൽവേൾഡിൻ്റെ എന്നിട്ട് അത് ഇങ്ങനെ ചുറ്റിയിട്ട് അവിടെ വരും. ഓക്കെ, നടക്കാം. പക്ഷെ കുടമാണല്ലോ അവർക്ക് നടക്കല്ലേ. ഞാൻ മുന്നിലുണ്ട്, തിരിച്ചുതരാം. മുഖത്ത് ബേക്കറി പാല ബേക്കറിന് 1-6-നുള്ളതാണ് ഈ ഡിവൈഡറിലുള്ള ഈ കൺസ്ട്രക്ഷൻ വർക്ക്. ഡിവൈഡറിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് പിന്നെ സ്ലോപ്പ് പറയുകയാണെങ്കിൽ എത്ര മീറ്ററാ? 3 മീറ്റർ. ഓക്കെ, കൊടയും പിടിച്ചണം, എൻ്റെ ഫോണും പിടിച്ചണം. ഈ കോണി 1-12 ഈ കോണി സ്റ്റേറ്റ് ബാങ്ക് റോഡ്. ഈ റോഡോ? ഇതോ? ഇത് കൂടി അങ്ങനെ കയറിയിട്ടല്ലേ? എടാ, ഇതിന് റോഡ് പേരുണ്ടാവില്ല. എങ്ങനെ? സ്റ്റേറ്റ് ബാങ്ക് റോഡ് അല്ലേ? യു ആർ ദ മാൻ. അല്ല, ഈ സാധനത്തിന് പേരൊന്നും ഉണ്ടാവില്ല. സ്റ്റേറ്റ് ബാങ്ക് റോഡ്ക്ക് കണക്ഷൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1-12 റഫർ 1-12 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തലശ്ശേരിയോ 1-28-ന് ഡിക്ലൈനിങ്, സ്ലോപ്പ് ഡിക്ലൈൻ 2-3 meters സ്ലോപ്പ്. 1-28-ന് ഡിക്ലൈനിങ്, സ്ലോപ്പ് ഡിക്ലൈൻ 2-3 meters സ്ലോപ്പ് ഡിക്ലൈൻ. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതെത്തി ഇവിടെ ആണ് എന്താ പറയുക മാർക്കറ്റ് അടിപൊളിയുണ്ട്. 1-29 അങ്ങനെ ഈ കണക്ഷൻ ജംഗ്ഷൻ
അത് ഇവിടെ ഒന്നുമല്ല. ആ അതാ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ, റെയിൽവേയുടെ അവിടെ. അവിടുന്ന് ലെഫ്റ്റ് അല്ലേ? 1:29 മുനിസിപ്പൽ മാർക്കറ്റ്. 1:29 ഇങ്ങോട്ട് തിരിയുമ്പോൾ മുനിസിപ്പൽ മാർക്കറ്റ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോയിക്കാർക്ക് ഇത്ര സീൻ ഉണ്ടാവില്ല. അല്ല എനിക്ക് തോന്നുന്നു അങ്ങനെ സമ്മതിക്കില്ല. 1:30 ഈ സാധനം. പിന്നെ ഇതൊക്കെ റെയിൽ ഒന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പോകാം, നേരത്തെ തന്നെ പോകാം. എങ്ങനെ വേണ്ടേ? ഇവിടെ കടയൊന്നും കാണില്ല. ഈ സൈഡ് കുറച്ചുകൂടി കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കട ഉണ്ട്. അല്ലടാ, അത് മെയിൻ ജംഗ്ഷൻക്കാ കണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ പോവാം. ആണല്ലേ 1:30 സമയം 1:30 നടുവിലെ റോഡിന് പോകുന്നു. പെട്രോൾ പമ്പ്. പിന്നെ അങ്ങോട്ട് ഈ റോഡ് കഴിഞ്ഞാൽ പിന്നെ വളരെ സ്ട്രീറ്റ് കൂടുന്നു. അത് ഔട്ട് ഓഫ് സൈറ്റ് ആണ്. നമ്മുടെ സൈറ്റാണോ? അല്ല, അതല്ലേ? ആ നോ. ഇവിടുന്ന് കോണ്ടൂരില്ലടോ. നമുക്ക് കനാലിൽ ഇരിക്കാനുണ്ടോ? എവ്വളോ? ഇതാണ് ഈ ജംഗ്ഷൻ. ഇതില് സൈറ്റ് അത്ര ഭയങ്കര വലിപ്പൊന്നുമില്ല അല്ലേ? റെയിൽവേയുടെ അവിടെ, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ. ആ വഴിക്കല്ലേ അങ്ങോട്ട് പോകാം. ഇങ്ങോട്ടല്ലേ? യെസ്. ഇതെന്താ ലാൻഡ്? നടക്കല്ലേ? റോഡാണ്. റെയിൽവേ സ്റ്റേഷൻ എവിടെ? അങ്ങോട്ട് സമയം 1:34 1:34 നിന്ന് ഇതാണ് എക്ടീനസ് റോഡ്. ഇതിൽ കൂടെ അങ്ങനെ പോയിട്ട് യെസ് ബാങ്ക്. 1:34 ടൈമിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഈ ഇടിച്ചൊരു അങ്ങോട്ടല്ല, അങ്ങോട്ടാ. അത് ഇത് ഔട്ട് ഹൗസ് സൈറ്റാ. അതല്ല ഞാൻ ചോദിച്ചത്, അങ്ങോട്ടല്ലേ? അപ്പൊ ഈ പറഞ്ഞല്ല ഇങ്ങോട്ട് ഇത്രയും നേരം കാട്ടിയത് ഇങ്ങോട്ടായിരുന്നു. അല്ല, അതിനാ റെക്കോർഡ് ചെയ്യാൻ പോയത്. ഈ കുന്നിൻ്റെ സ്റ്റാർട്ടിങ് നോക്കാം.
ഓട്ടോക്കാരോട് ചോദിക്കണോ? ചോദിക്കാം. അത് ചോദിക്കാം. കുറച്ചൊരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കും, എന്നാലേ അവർ സംസാരിക്കുള്ളൂ. പോലീസ് അല്ലാണ്ട്. അല്ല, സംസാരിക്കുന്ന ആൾക്കാർ, ഓട്ടോക്കാർ നല്ല ആൾക്കാരും സംസാരിക്കുക. അതിപ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനത്തെ ആളാണ്. അത് കാണുമ്പോൾ ഒരു കിട്ടൂലേ. എന്തായാലും കുറച്ച് ദൂരം കഴിക്കണ്ടായാലും നടക്കെന്തായാലും കുറച്ചുകൂടെ. എൻ്റെ മോനെ പാടാല്ലേ, ഞാൻ പട്ടിയായിരുന്നു. അവിടെ ബസ് ഉണ്ട്, ബസ്. കുറച്ച് സാധനങ്ങൾ കൂടെ അവിടെ പോണോ? അവിടെ ഒന്നും ഇല്ലടാ. ഞാൻ എന്നോട് നേരത്തെ കയറാൻ പറഞ്ഞല്ലേ? ഇത് ഈ സാധനം തന്നെയാണ്. വണ്ടിക്കാ ഈ മഞ്ഞ കളർ പെയിന്റ് അടിച്ചതിന്റെ താഴെയാണത്. ഇനി അത് വരെ നമ്മളെ സൈറ്റ് ഇനിയും പോകണ്ടേ, പിന്നെ ഇതേപോലെ പറ്റും. എന്തു പറയണോ? എന്ത് അവിടെ പോയി ഞാൻ കഴിച്ചിട്ട് വരാം. ഞാൻ റെഡിയാണ്. ഞാൻ കരുതിയപ്പോൾ എനിക്ക് അവിടെ പറ്റിയില്ല. എനിക്ക് പറ്റാത്തതല്ല, ഞാൻ മുന്നിൽ പോയാൽ കുറെ വെറൈറ്റീസ് ഉള്ളവർക്ക് കയറായിട്ടാ. ഞാൻ വേഗം പോയി പത്ത്. അല്ലടപ്പാ, ചിലപ്പോൾ മുന്നിൽ വെറൈറ്റി ഉണ്ടാവും. ബാ, ഇന്നലെ നമ്മൾ സ്വീറ്റ്സ് വെച്ചത് എവിടെയാണ്? നമ്മളിന്റെ പോണ മണ്ട അത് ഇവിടെയാണ്, മാർക്കറ്റിന്റെ ഭാഗത്താണ്. നമുക്ക് ഇങ്ങനെ ചുറ്റി വരാം. സ്വീറ്റ്സിൻ്റെ അവിടെ എന്താ? ആ കഴിച്ച സ്ഥലത്ത് അവിടെ വന്നാൽ നമുക്ക് വെച്ചിട്ടില്ല. അത്ര നാട്ടക്ക. അതാണ് മഞ്ഞ പെയിന്റ്. നോക്കുമ്പോ കുറേ, അവിടെ നോക്കുമ്പോ കുറയില്ല.